CMRL എക്സാലോജിക് വിവാദം ചൂടുപിടിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും തെളിവുകൾ പുറത്തുവന്നതോടെ സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെയും സംഘപരിവാറിന്റെയും ഇടനിലക്കാരനാണ് വി മുരളീധരനെന്നും അതുകൊണ്ടാണ് ഇടപാടിനെക്കുറിച്ച് CBIയോ EDയോ അന്വേഷിക്കാത്തതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള നീക്കമെന്ന പ്രതിരോധമാണ് CPM ഉയർത്തുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. എക്സാലോജിക് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും അതുപോലെ സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ വിവാദത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന റിപ്പോർട്ട് സ്വാഭാവികമായും CPMനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ നേരത്തെ തന്നെ CPM നടത്തിയ വിലയിരുത്തൽ ഇത്തരം പല ആരോപണങ്ങളും ഇനിയും തെരഞ്ഞെടുപ്പ് കാലത്ത് വരാനുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്ന ആരോപണം CPM നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു മുൻകൂർ പ്രതിരോധം CPM സ്വീകരിച്ചതെന്ന് മന്ത്രി P. രാജീവാണ് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടും KSIDCക്കെതിരെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ടും രംഗത്ത് വന്നത്. KSIDC ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നേതൃത്വം നൽകുന്ന സ്ഥാപനമാണ്. വളരെ പ്രൊഫഷണലായ ബോർഡാണ്. ഇപ്പോഴത്തെ ബോർഡ് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ബോർഡാണ് അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും പിന്നെ എന്ത് നടന്നാലും അത് മുഖ്യമന്ത്രി ആയിരിക്കും അതിന് പങ്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും പറഞ്ഞതുപോലെ CPMും BJPയുമായി ഒത്തുകളി എന്ന ആരോപണം അവർ ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. ഇന്ന് ഒരു പടികൂടി മുന്നോട്ട് പോയിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വി മുരളീധരനാണ് ഈ ഇടനില നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിന് വേണ്ടി ഒത്തുതീർക്കുന്നെന്ന ആരോപണം കൂടി VD സതീശൻ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, SNC ലാവ്ലിൻ കേസ്, ഇത്തരം കേസുകളിൽ സംഘപരിവാറും പിണറായി വിജയനുമായിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആരോപിച്ച അതിന്റെ ഇടനിലക്കാരനാണ് വി മുരളീധരൻ. അതിന്റെ പകരമായിട്ടാണ് മുരളീധരന്റെ സ്വന്തം ആളായ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ മറ്റേ കുഴൽപ്പണ ഇടപാടിൽ നിന്ന് മാറ്റിക്കൊടുത്തത്. പരസ്പര ധാരണയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഈ വിഷയം ചർച്ച ചെയ്തു. നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ CPM ഉറച്ചു നിൽക്കും. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കം കേന്ദ്രം നടത്തുന്നു. വീണ വിജയനെതിരെയുള്ള ആരോപണം സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ളതാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPM നേതൃത്വവും.